സൂപ്പർ പ്രൈം ടൈം തുടരുന്നു. ഞാൻ അങ്ങനെയാണ് തടസ്സപ്പെടുത്തിയത്. വേഗം വേണു ഒറ്റ കാര്യം പറയാം. ഇവിടെ എന്താ ഈ തർക്കം ഉണ്ടാക്കുന്നത്? കേരള ബാങ്ക് ഉണ്ടാക്കാൻ പോകുന്നതൊക്കെ പറഞ്ഞിട്ടാണല്ലോ. അത് ശരിയാണ്. അതിനെ എതിർക്കപ്പെടേണ്ടതാണെങ്കിൽ എതിർക്കാം. അടിയന്തര പ്രമേയം കൊണ്ടുവന്നു, ചർച്ച ചെയ്തു. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ കേരളത്തിലെ സഹകരണ മേഖല LDF വന്നപ്പോൾ അവരിത് കൈയടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. UDF വന്നപ്പോൾ അവരും അവരുടേതായ എല്ലാ രീതികളും, ശ്രീ MP രാഘവനൊക്കെ മന്ത്രിയായിരുന്ന സമയത്ത് UDF കിട്ടാവുന്ന ജില്ലാ ബാങ്കുകളും പ്രാഥമിക ബാങ്കുകളും എല്ലാം പിടിച്ചടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ ഒരു സഹകരണ രംഗത്തെ ശൈലിയാണ്. വേണു എൻ്റെ അടുത്ത് ചോദിച്ചല്ലോ ഏത് വേദികളിൽ സഹകരിക്കുമെന്ന്. ഞാൻ ചോദിക്കുന്നത്, നാളെ കേരളത്തിൽ നിന്നുള്ള മുഴുവൻ MP മാർക്കും പാർലമെന്റ് മുമ്പിൽ ഗാന്ധി പ്രതിമയുടെ മുമ്പിൽ ഒന്നിച്ച് ധർണയിരിക്കാമെങ്കിൽ അതൊരു സമരമല്ലേ? അതൊരു പ്രക്ഷോഭമല്ലേ? അതൊരു നിയമസഭയിലും കാണുന്നുണ്ട് സാർ. അത് നിയമസഭയിലും നാളെ കാണാനിരിക്കുകയാണ് നമ്മൾ. ഈ ഐക്യത്തോടുള്ള പ്രമേയമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് പ്രമേയമല്ല. AK ആന്റണിയുടെയും P കരുണാകരന്റെയും നേതൃത്വത്തിൽ നാളെ മുഴുവൻ MP മാര് ഗാന്ധി പ്രതിമയിൽ ധർണയിരിക്കാൻ പോകണമെന്ന് ഒന്നിച്ച് എങ്കിൽ പിന്നെ KPCC എന്താണെന്ന് KPCCയുടെ തീരുമാനം ഇതല്ലാന്ന് പറയുമോ? പറഞ്ഞോട്ടെ. അതാണല്ലോ നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ഒരു രാഷ്ട്രീയ സമരം എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതിൻ്റെ ഘടകങ്ങളോടൊക്കെ ഉത്തരവാദിത്വം പറയേണ്ട കാര്യമാണ്. ആരോട് ചോദിച്ചിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് നാളെ ഒരു സമരം നടത്തിയെന്ന് കേരളത്തിലെ പാർട്ടി പ്രവർത്തകർ ചോദിച്ചാൽ ആരാ സമാനം പറയുന്നത്? ഏത് ഫോറത്തിൽ തീരുമാനം പാർട്ടിയായിട്ട് സമരം ചെയ്യുന്നു ചോദിച്ചാൽ അപ്പൊ സ്വാഭാവികമായി കേരളത്തിലെ കോൺഗ്രസുകാരോടുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് നേതൃത്വത്തിനാണ്. അപ്പൊ നാളെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടിയും കോൺഗ്രസിന്റെ നിങ്ങളുടെ പാർട്ടി ഘടകം തീരുമാനിച്ചോ? അല്ല, ഞങ്ങളുടെ പാർട്ടി ഘടകത്തിൽ നിന്ന് വരുന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടുന്ന ബാധ്യത അതത് പാർട്ടി കാണും. കേരളത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു പ്രശ്നം ഉന്നയിച്ച് സമരത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും പോവുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാധ്യതയാണ്, ആ ചുമതലയാണ്. ആ ചുമതല ഞങ്ങൾക്ക് എങ്ങനെയാണ് പിന്നെ ഞങ്ങൾ അണികളോട് പറയാൻ പറ്റുക, മറുപടി എങ്ങനെയാണ് പറയുക എന്ന് ചോദിക്കുന്നത് ശരിയായ ഒരു ഉത്തരമല്ല. ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. അതായത് കേരളത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥ, ഇന്ത്യയുടെ സമ്പത്ത് വ്യവസ്ഥ മുഴുവൻ ഗുരുതരമായ പ്രതിസന്ധി. അല്ലല്ല, അങ്ങയുടെ പാർട്ടി സംയുക്ത പ്രക്ഷോഭത്തിന് തയ്യാറാണ് എന്ന നിലയിൽ ഒരു സംശയമില്ല. തീരുമാനമെടുത്തിട്ടുണ്ടോ? പാർട്ടി ഘടകം ഞാൻ നേരത്തെ ഞങ്ങളുടെ നിലപാടല്ലേ വ്യക്തമാക്കേണ്ടത്. ഒറ്റൊന്ന് ഒരു കാര്യം, അതായത് കേരളത്തിലെ ഈ സഹകരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഈ പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഏത് തരത്തിലുള്ള മാസ്റ്റർ പറഞ്ഞ ഈ പ്രശ്നം പരിഹരിക്കാൻ കോൺഗ്രസ് ഏത് എക്സ്റ്റെന്റ് വരെയും ഞങ്ങളും തയ്യാറാണ്. പക്ഷേ ഒരു തെരുവിലിറങ്ങി ഒരു പ്രക്ഷോഭണം നയിക്കുന്ന കാര്യത്തിൽ പാർട്ടി ആലോചിക്കാതെ ഒരു തീരുമാനം. രാജ്മോഹൻ ഉണ്ണിത്താൻ നാളെ രാഹുൽ ഗാന്ധിക്ക് അവിടെ ഇരിക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ VM സുധീരന് മാത്രമായുള്ള എന്ത് സംഘടനാ പ്രതിസന്ധിയാണ്? യെച്ചൂരി അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഗോവിന്ദ മാഷ്ക്ക് പറയാൻ കഴിയുന്നത്. യെച്ചൂരിക്ക് അവിടെ ഇരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഗോവിന്ദ മാഷ്ക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയുന്നത്. സുധീരന്റെ തടസ്സം എന്താണ്? കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് അല്ലേ അദ്ദേഹം? പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെ ഒക്കെ പെർമിഷൻ വാങ്ങിക്കണ്ടേ? എനിക്ക് തുടർച്ചയായിട്ട് എനിക്ക് ഒറ്റ വാചകം പറയാനുള്ളൂ. അതായത് കോൺഗ്രസിന്റെ ഒരു തീരുമാനം വേണം, അതിന്റെ വേണ്ട വേദികളിൽ തീരുമാനിക്കണം. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ VM സുധീരൻ കുവൈറ്റിൽ നിന്ന് വന്നിട്ട് എത്ര ദിവസമായി? 16-ാം തീയതി ഇവിടെ വന്നല്ലോ. ഇന്ന് എത്ര തീയതി? ഇന്ന് UDF ചേരുന്നുണ്ടെന്നറിയാം, ഇന്ന് സംയുക്ത പാർട്ടികളുടെ സംയുക്ത യോഗം ഉണ്ടെന്നറിയാം. അതിനു മുമ്പ് ഈ നിർണായകമായ കാര്യത്തിൽ ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസിന് സാധിക്കാതിരുന്നത് കോൺഗ്രസിന്റെ ഇമ്മച്യൂരിറ്റിയുടെ ജനതാല്പര്യമില്ലാത്ത ഒരു കാര്യം. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, അദ്ദേഹം ഇവിടെ വന്നു 16-ാം തീയതി. ഇന്ന് 21. അദ്ദേഹം ഈ സർവകക്ഷി യോഗം നടക്കുന്ന ദിവസം തന്നെ രാജ്ഭവൻ മാർച്ച് ആവശ്യപ്പെട്ടിരുന്നു. ജില്ലാതലങ്ങളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ഗൗരവം അറിയാം, എന്നിട്ട് ചെയ്യുന്നില്ല. ഇതൊക്കെ ചെയ്യാൻ അറിയാം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. പക്ഷേ ഉപാധ്യക്ഷന്റെയും അധ്യക്ഷന്റെയും പെർമിഷൻ വാങ്ങിക്കാൻ മാത്രം അദ്ദേഹത്തിന് സമയമായിട്ടില്ല. ഒരു നിലപാട് സുധീരനെ കുറിച്ചല്ല പറയുന്നത്, ഈ പാർട്ടിയുടെ കേരള നേതൃത്വത്തിന് സാധിക്കും. ശ്രീ V മുരളീധരനെ കൂടെ സഹകരിപ്പിക്കേണ്ടത് ചർച്ചയിൽ. ഇന്ന് ഞങ്ങൾ ഈ വിഷയം ഊന്നി കേരളത്തിലെ 13 കേന്ദ്ര സ്ഥാപനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ സാർ, രാജ്ഭവൻ മാർച്ച് നടത്തി. അതെ, പക്ഷേ പെർമിഷൻ വാങ്ങിയിട്ടില്ല. സംയുക്ത പ്രക്ഷോഭം. ശരി, ശ്രീ V മുരളീധരൻ, അതിന് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി വേണം. ഇല്ല, പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി വിളിക്കേണ്ടതില്ല എന്ന് അവർ തന്നെ പറയുകയാണ്. അവരെ വിളിച്ച് ഫോണിൽ അറിയിച്ചാൽ മതി. ആര് പറയാ?
പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി വിളിക്കുമ്പോൾ എല്ലാവരും അവിടെ സൗകര്യം അനുസരിച്ച് വിളിക്കാൻ പറ്റുമെന്നാ പറയുന്നത്. അങ്ങനെ പാർലമെന്റ് നടക്കുക, അങ്ങനെ വേണ്ട. പി. ജെ. കുര്യൻ, കെ. സി. വേണുഗോപാൽ, വേണ്ട എന്ന് അവർ പറയുന്നുണ്ട്. മുല്ലപ്പള്ളി രാമേന്ദ്രൻ, അത്യാവശ്യ കാര്യങ്ങൾ എല്ലാം വന്നാൽ- ഇരിക്കുകയല്ലേ? അത്യാവശ്യ കാര്യങ്ങൾ വന്നാൽ ഇതാണ് നിങ്ങളുടെ പ്രശ്നം. 5 ലക്ഷം കിട്ടാത്തവൻ ആത്മഹത്യ ചെയ്താൽ നിങ്ങളുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി 5 കൂടാൻ ലക്ഷം പിന്നെയും ആത്മഹത്യ കാലമെടുക്കും. ചെയ്യുന്നവന് വേണ്ടി ശരി, ശ്രീ വി മുരളീധരൻ, ഞങ്ങൾ ശ്രീ വി മുരളീധരൻ ഒരു സംശയം അങ്ങ് പറയുകയുണ്ടായല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ പൊതു നിലപാട് കേരളത്തിലെ ഈ സഹകരണ പ്രസ്ഥാനങ്ങളിൽ മുഴുവൻ കള്ളപ്പണമുണ്ട് എന്നാണ്. ഇപ്പോൾ മുഹമ്മദ് സലീം എന്ന CPM-ന്റെ MP തൃണമൂലിൻ്റെ റായ്ഗഞ്ചിലെ ഒരു സഹകരണ ബാങ്കിൽ കള്ളപ്പണമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയും കള്ളപ്പണമുണ്ടല്ലോ, അതിൻ്റെ സാധൂകരണമാണല്ലോ സലീമിൻ്റെ നിലപാട് എന്ന് പ്രതിപക്ഷം ഉന്നയിക്കുകയുണ്ടായി. BJP നേതൃത്വവും അത് പിന്തുണയ്ക്കുകയുണ്ടായി. അതുകൊണ്ടാണല്ലോ അവിടെ റെയ്ഡ് നടന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, ഒരു സ്ഥലത്ത് കള്ളപ്പണമുണ്ട് എന്ന് മുഹമ്മദ് സലീം പരാതി പറയുമ്പോൾ അവിടെ IT വകുപ്പിനെ വിട്ട് റെയ്ഡ് നടത്തുകയുണ്ടായി ധനമന്ത്രാലയമെങ്കിൽ, അരുൺ ജെയ്റ്റ്ലി എങ്കിൽ, കേരളത്തിലെ ഈ ഇത്രയും വലിയ 30% വരുന്ന കള്ളപ്പണം ഇവിടെ വന്ന് കിടക്കുകയാണല്ലോ, അതിനെതിരെ ഒരു പരാതി എന്തേ കൊടുക്കാത്തത്? റെയ്ഡ് നടത്താൻ എന്താണ് തടസ്സം? റായ്ഗഞ്ചിലില്ലാത്ത തടസ്സം എന്താണ് കേരളത്തിൽ? ശ്രീ വി മുരളീധരൻ. അല്ല, ഒന്നാമത്തെ കാര്യം, ഈ വിഷയത്തെ വഴിതിരിച്ചു വിടേണ്ട കാര്യമില്ല. കാരണം ഒന്നാമത്തെ ഈ കാര്യത്തിൽ കള്ളപ്പണം ഉള്ളതുകൊണ്ട് കേരളത്തിൽ സഹകരണ ബാങ്കുകൾക്ക് പെർമിഷൻ കൊടുക്കണ്ട, അങ്ങനെ ഓരോ സംസ്ഥാനത്തെ കള്ളപ്പണത്തിൻ്റെ കണക്കെടുത്തിട്ടാണോ പെർമിഷൻ കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത്? ബാങ്കിങ് നിയമം അനുസരിച്ച് ഞങ്ങൾ ബാങ്കിങ് നിയമങ്ങളൊന്നും അംഗീകരിക്കില്ല എന്നെടുത്തിട്ടുള്ള തീരുമാനം കാരണം കേരളത്തിലെ സഹകരണ ബാങ്കുകൾ വിഷമിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നത്തിൻ്റെ കാരണം. അതിനു പകരം കേന്ദ്രത്തിലെയും റിസർവ് ബാങ്കിൻ്റെയും നിബന്ധനകൾക്ക് വിധേയമായി പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് കേരളത്തിലെ സഹകരണ ബാങ്കുകളെ തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാർ അനുവദിച്ചാൽ കേരളത്തിലെ പ്രശ്നം പരിഹരിക്കപ്പെടും. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതാണ്. ശരി, പക്ഷേ എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. നിങ്ങളുടെ പ്രധാനപ്പെട്ട ആക്ഷേപം, ഒറ്റ കാര്യം, പ്രധാനപ്പെട്ട ആക്ഷേപം ഇത് കള്ളപ്പണ കേന്ദ്രമാണ്. അല്ലല്ല, ഞാൻ ഇവിടെ കള്ളപ്പണ മുന്നണികളാണ്. മുഹമ്മദ് സലീമിന്റെ പരാതിയിൽ റായ്ഗഞ്ചിലെ ഒരു സഹകരണ സ്ഥാപനത്തിൽ റെയ്ഡ് നടത്താൻ കഴിയുന്ന നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്, ധനമന്ത്രാലയത്തിന് എന്തുകൊണ്ട് ഇവിടെ കഴിയുന്നില്ല? പരാതി പോയിട്ടുണ്ടല്ലോ അവിടേക്ക് കെ. സുരേന്ദ്രന്റെ. കള്ളപ്പണ മുന്നണികളാണ് എന്ന് പറയാൻ കാരണം വിവരങ്ങൾ പങ്കുവെക്കാൻ കേരളത്തിലെ സഹകരണ ബാങ്കുകൾ വിസമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ശരി, ഇതാണ് മുഹമ്മദ് സലീമിന്റെ പരാതി. നിങ്ങൾ റായ്ഗഞ്ചിലേക്ക് IT വിഭാഗത്തിലുള്ള ആളുകളെ കൊണ്ടുപോയി റെയ്ഡ് നടത്തിച്ചില്ലേ? സുരേന്ദ്രന്റെ പരാതി ഉണ്ടല്ലോ, എന്തേ നടക്കാത്തത്? ഞാൻ അങ്ങയിലേക്ക് തന്നെ വീണ്ടും വരാം. എനിക്കറിയാം അങ്ങേക്ക് സമയം കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. വേഗം ഒരു ഇടവേള, അതിനുശേഷം അങ്ങയിലേക്ക് തന്നെ വരാം.